ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. ചന്തുച്ചേട്ടൻ്റെ പൊക്കാളിപ്പാടത്ത് കൊയ്ത്ത് നടക്കുകയാണ്. കഴിഞ്ഞ 25 വർഷമായി പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതിയാണ് അദ്ദേഹം തൻ്റെ 2.25 ഏക്കർ വരുന്ന നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ ചന്തുച്ചേട്ടൻ്റെ നെൽപ്പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറിയ വള്ളത്തിൽ പോകുന്നതാണ് ചന്തുച്ചേട്ടൻ. ചന്തുച്ചേട്ടൻ അദ്ദേഹം വനം വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 2000 വാങ്ങിയതാണ് നെൽപ്പാടം. അന്ന് മുതൽ തുടർച്ചയായി കൃഷി ചെയ്തു വരുന്നു. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ മറവാക്കാടാണ് സ്ഥലം. ചന്തുച്ചേട്ടൻ്റെ വീട് ചെല്ലാനം പഞ്ചായത്തിലെ 20-ാം വാർഡിലും കൃഷിഭൂമി 12-ാം വാർഡിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മറവാക്കാട് പാടശേഖരത്തിന് 435 ഏക്കർ വിസ്തൃതിയുണ്ട്. ഇതിൽ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് 261 ഏക്കർ ഭൂമിയാണ്. എന്നാൽ കഴിഞ്ഞ 18 വർഷമായി ഇവിടെ ബോധപൂർവം നെൽകൃഷി അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി ചന്തുച്ചേട്ടൻ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമാണ് ഈ നെൽകൃഷി. നെൽകൃഷി നടത്തുവാൻ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ യാത്രയിൽ എൻ്റെ കൂടെയുള്ളത് പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകരായ സജേഷ് എസ്, വിതിൻ കുമാർ VM, മകേഷ് എന്നിവരാണ്. വള്ളം ഊന്നുന്നത് ഈ നാട്ടുകാരനായ രതീഷാണ്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. വളരെ മനോഹരമാണ് ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ. കൃഷിയോടൊപ്പം ടൂറിസത്തിനും അനവധി സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇത്. നെൽകൃഷി ഇല്ലാതാക്കി മുഴുവൻ സമയവും ഉപ്പുവെള്ളം കയറ്റിയുള്ള ചെമ്മീൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് വീടുകൾ തള്ളിപ്പോകുന്നതടക്കമുള്ള അനവധി പരിസ്ഥിതി പ്രശ്നങ്ങളാണ് ഇവിടത്തുകാർ അനുഭവിക്കുന്നത്. കൃഷിയില്ലാതായതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ദുരിതത്തിലാണ്. ഒരു നെല്ലും ഒരു മീനും എന്ന സർക്കാർ പദ്ധതി നടപ്പിലാക്കിയാൽ കൃഷി ചെയ്യുന്ന സമയം മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ സമയവും മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കുവാൻ കഴിയും. എന്നാൽ 12 മാസവും മത്സ്യം വളർത്തൽ വരുന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ ഈ അവകാശം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നെൽകൃഷി ഇല്ലാതാകുന്നത് കർഷക തൊഴിലാളികളെ മാത്രമല്ല മത്സ്യത്തൊഴിലാളികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾ ഇവിടെ കുറച്ച് വൈകിയാണ് എത്തിയത്. രാവിലെ കൊയ്ത്ത് ആരംഭത്തിൽ ചില പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിരുന്നു. ബിഫോർ കൊച്ചിയുടെ പ്രസിഡന്റ് ശ്രീ നിപുൺ ചെറിയാൻ, അദ്ദേഹം വിത്ത് വിതക്കുന്ന സമയത്തും ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തിയ മറ്റൊരു വിശിഷ്ട വ്യക്തി സ്വരാജ് ഇന്ത്യൻ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ വേണുഗോപാൽ KB ആണ്. അദ്ദേഹം വരിക മാത്രമല്ല ഇവിടത്തെ കൊയ്ത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ദേശീയതലത്തിൽ യോഗേന്ദ്ര യാദവ് നേതൃത്വം നൽകുന്ന ജയ് കിസാൻ ആന്തോളൻ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. ഈ പൊക്കാളി കൊയ്ത്ത് കാണുവാനായി ഐസ്ലാൻഡിൽ നിന്നുള്ള ഗവേഷകരായ ഷഹനസ് ഗൂർ നാർസണും ഹെഗൽ ഗായും എത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവർ തിരിച്ചു പോയിരുന്നു. മനുഷ്യരാശിയുടെ ഭക്ഷണത്തിന്റെ 1/5 കലോറി ലഭിക്കുന്നത് നെല്ലുകുത്തിയ അരിയുടെ ഭക്ഷണത്തിൽ നിന്നാണ്. ആധുനിക മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് ഉണ്ടായിട്ട് ഏകദേശം 2 ലക്ഷം വർഷം മുതൽ 3 ലക്ഷം വർഷത്തിന് താഴെ വരെയാണ് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 10,000 വർഷമേ ആയിട്ടുള്ളൂ. കൃഷി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരു സ്ഥലത്ത് മനുഷ്യൻ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയതും മൃഗങ്ങളെ ഇണക്കി വളർത്താനും മറ്റും തുടങ്ങിയത്. അതുകൊണ്ടാണ് കൃഷി സംസ്കാരത്തിന്റെ തുടക്കമാണ് എന്ന് പറയുന്നത്. ചന്തുച്ചേട്ടൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പൊക്കാളി കൃഷിയാണ്. ഒരാളോളം പൊക്കത്തിൽ വളരുന്ന ലവണ പ്രതിരോധ ശേഷിയുള്ള ഒരിനം നെൽവിത്തുകളാണ് പൊക്കാളി എന്ന് പറയുന്നത്. പൊക്കത്തിൽ ആളി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കുവാനും കഴിവുണ്ട് ഈ വിത്തിനത്തിന്. പൊക്കാളി എന്ന് പറയുന്നത് ഒരു നെൽവിത്തിന്റെ പേരല്ല, ഒരു കൂട്ടം വിത്തുകളുടെ പൊതുപേരാണ് പൊക്കാളി എന്നുള്ളത്. പ്രധാനപ്പെട്ട പൊക്കാളി ഇനങ്ങൾ ചുരുട്ടുപൊക്കാളി, ചെട്ടുവിരിപ്പ്, ചെറുവിരിപ്പ്, പള്ളിപ്പുറം പൊക്കാളി, ആനക്കുളം പൊക്കാളി, കുഴിപ്പള്ളി പൊക്കാളി, കുറുക, പെൺകുറുക, കറുത്ത കുറുക എന്നിങ്ങനെ പോകുന്നു പൊക്കാളി വിത്തിനങ്ങൾ. കൂടാതെ വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് പൊക്കാളി ഇനങ്ങളായ വൈറ്റില 1 മുതൽ 8 വരെ വേറെയുമുണ്ട്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ സൂര്യ S. ബാബുവിൻ്റെ പൊക്കാളി കൃഷി എന്ന പുസ്തകം നോക്കുക. ഈ പുസ്തകം നേരത്തെ തന്നെ വായിച്ച് ഞാൻ നോട്ടുകൾ തയ്യാറാക്കി വെച്ചിരുന്നു. ശേഷം പുസ്തകം വിറ്റുപോയിരുന്നു. പിന്നീട് ആ നോട്ടുകൾ കാണുന്നുണ്ടായിരുന്നില്ല. പുതിയ പുസ്തകം വാങ്ങിയതിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. ഈ വീഡിയോ യൂട്യൂബിൽ ഇടുവാനുണ്ടായ കാലതാമസത്തിന് കാരണം അതാണ്.
ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൻ്റെ തനത് നെൽവിത്താണ് പൊക്കാളി. ഏകദേശം 6400 വർഷത്തിന്മേൽ പഴക്കമുള്ള ഒരു കൃഷിയാണ് പൊക്കാളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ച കൃഷിഗീതയിൽ പൊക്കാളി കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്ന് സൂര്യ എസ് ബാബു പൊക്കാളി കൃഷി എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു. ഇന്ന് അരിക്ഷാമമുള്ള കേരളത്തിൽ നിന്ന് പണ്ട് അരി കയറ്റുമതി ചെയ്തിരുന്നു. അറേബ്യയിലും ഈജിപ്തിലും ഗ്രീസിലും ഒരു വിശേഷ ആഹാരമായി പൊക്കാളി അരി ഉപയോഗിച്ചിരുന്നു എന്ന് ഹെലനിക്ക എന്ന ഗ്രന്ഥശേഖരത്തിൽ നിന്ന് തെളിയുന്നുണ്ട് എന്ന് കേരള സംസ്കാരം എന്ന ഗ്രന്ഥത്തിൽ ശ്രീ ഇടമറുക് വ്യക്തമാക്കുന്നു. ഉറൂസ് എന്ന പേരിലാണത്രേ അരി അന്ന് അറിയപ്പെട്ടിരുന്നത്. ഉറൂസ് എന്ന വാക്ക് കടലും മലയും കടന്ന് മോളുടെ പേരെന്താണ്? ഒമ്പതില്. ഏത് സ്കൂളിൽ? സെന്റ് മേരീസ്. കൃഷിയോടൊക്കെ താല്പര്യം ആണ്? ഇതിനു മുമ്പ് കൊയ്തിട്ടുണ്ടോ? ഉണ്ട്. മോൻ്റെ പേരെന്താണ്? 6ാം ക്ലാസ്സിൽ. ആണല്ലേ? വെള്ളം പിടിക്കണോണ്ടേ നമുക്ക് വെള്ളം പണിയെടുക്കാൻ പറ്റണില്ല. 4 കൊല്ലം 5 കൊല്ലം ഞങ്ങളിപ്പോ ഈ ഇത് ചെയ്തിട്ട് തർപ്പണ ചെയ്തിട്ടേ മൊത്തം കൃഷിയായിരുന്നു. ഒരു 5000 രൂപ ഏറ്റവും കുറഞ്ഞ ഒന്നടം കിട്ടുമായിരുന്നു. പച്ചക്കറി അല്ലേ? 5000 അതിന് മേലെ ഉണ്ടാവും. അതിനിടയ്ക്ക് ചെറിയ വലയൊക്കെ ഇട്ട് പിലോട്ടി ഇതൊക്കെ പിടിക്കും. കറിയും കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ? അങ്ങോട്ടാ ആ കയറാൻ പറ്റുമോ? മോളെന്നപ്പോ കൊയ്ത്തുകാരനാണോ സ്കൂളിൽ പോകാൻ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രതീഷ്. ഞാൻ ഈ മറവക്കാട് പാടശേഖരത്തിനുള്ളിൽ താമസിക്കുന്ന ഒരു താമസക്കാരനാണ്. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓരുവെള്ളത്തിൻ്റെ ഒരു ദുരന്തമാണ്. അതായത് വേലിയേറ്റ വെള്ളം തടഞ്ഞു നിർത്തുന്ന മത്സ്യകൃഷിയുടെ ഭാഗമായി ഞങ്ങളുടെ വീടുകൾ തെള്ളി നശിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാടശേഖരങ്ങൾക്കുള്ളിൽ പ്രഥമ വിളയായി പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമുള്ളത് ഒരു നെല്ല് ഒരു മീൻ പദ്ധതി, അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ നിയമമായിട്ട് തന്നെയുണ്ട്. ഈ പാടശേഖരത്തിനുള്ളിൽ ഒരു 18 വർഷത്തിലധികമായിട്ട് നെൽകൃഷിയില്ല. ഈ നെൽകൃഷി ചെയ്യുന്ന ഒരു വ്യക്തി ശ്രീ ചന്തുചേട്ടൻ മഞ്ചാടിപ്പറമ്പിലാണ്. അപ്പോൾ അദ്ദേഹം തുടർച്ചയായി 25 വർഷമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ 25ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിവിടെ ഈ കൊയ്ത്തുത്സവം നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ പിന്നെ പൊക്കാളി പാടങ്ങളിൽ ഈ പഞ്ചായത്തിൽ തന്നെ 2.25 ഏക്കർ വരുന്ന കൃഷിഭൂമിയിൽ അദ്ദേഹം കൃഷി ചെയ്തിട്ട് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് പിന്നെ നെല്ല് പിടിച്ചു കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതേപോലെയുള്ള ഈ പിന്നെ നെൽകൃഷിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു 18-20 വയസ്സുള്ള ഒരു കുട്ടിയോട് ഈ നെല്ലെന്താണ് അല്ലെങ്കിൽ ഈ നെൽകൃഷി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല. ഇത് വലിയൊരു സംസ്കാരമാണ്. അതായത് പുതുതലമുറകൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാർഷിക സംസ്കാരം. അതിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള പിന്നെ ചാന്തുചേട്ടനെ പോലെയുള്ള, അതായത് അദ്ദേഹത്തിന് 75 വയസ്സിലധികം പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തെ വെല്ലുന്ന തരത്തിൽ ഇവിടുത്തെ കൃഷി വകുപ്പും നിയമങ്ങളും അദ്ദേഹത്തിന് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്രയും കൃഷിഭൂമിയിൽ അദ്ദേഹത്തിന് നെല്ല് വിളയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അന്യം നിന്ന് പോകുന്ന ഇത്തരം ഈ കൃഷി രീതികൾ ഇവിടെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയുടെ ഫലമായിട്ട് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇവരെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് കയറി നിൽക്കുകയാണ്. അരയ്ക്ക് മേളിൽ വെള്ളമാണ് നിൽക്കുന്നത്. ഈ നെൽപ്പാടത്ത് ഈ സമയത്ത് മുട്ടിൽ താഴെ വെള്ളമാണ് ഉണ്ടാവേണ്ടത്. അവർ അരവപ്പം വെള്ളത്തിൽ നീന്തി ആണ് ഇത് കൊയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും വെള്ളം നിയന്ത്രിക്കേണ്ടത് കൃഷി വകുപ്പാണ്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ അനാസ്ഥ മൂലം അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ നിയമലംഘനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഈ സാഹചര്യത്തിൽ ഇവിടെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തിക്കൊണ്ട് വരണം. അതുപോലെ തന്നെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം എന്നറിയില്ല. ഇപ്പോൾ 1-ാം തീയതി ലൈസൻസ് മറ്റ് പിന്നെ നിയമ നടപടികളോ ഒന്നും ചെയ്യാതെ തന്നെ ഈ പ്രാവശ്യം ചാല് നടത്താനായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ഫിഷറീസ് ഓഫീസിൽ വിവരാവകാശം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മത്സ്യം വളർത്താനായിട്ടുള്ള ലൈസൻസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പാടശേഖരത്തിലെ അംഗങ്ങളാരും തന്നെ കൃഷി ചെയ്യുന്നില്ല. ഈ കൃഷി ചെയ്യുന്ന ചാന്തുചേട്ടൻ പാടശേഖരം പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ കാർഷികപരമായ കാര്യങ്ങൾക്ക്
യാതൊരുവിധ ആനുകൂല്യമോ സർക്കാരിൻ്റെ നിയമങ്ങളോ ഇവിടെ പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് ഈ പാടത്ത് കൊയ്യാനെത്തിയിരിക്കുന്ന ഈ അമ്മമാരെയും ഈ പെങ്ങന്മാരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ചാന്തു ചേട്ടനും വലിയൊരു അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പൊ എത്ര ദിവസം കൊണ്ട് വളഞ്ഞെന്ന് ചോദിച്ചാൽ 103-ാം തീയതി ആകുമ്പോൾ 120 ദിവസം ആവും. അപ്പൊ ഇതിന്റെ വിത്ത് കയ്യിലുണ്ടായിരുന്നോ? വിത്ത് കയ്യിലുണ്ട്. ഞങ്ങളുടെ വിത്ത് മുളച്ചില്ല. ആ അപ്പൊ ഇതെവിടെ നെല്ലുണ്ട്, വീട്ടില് നെല്ലുണ്ട്, പഴയ നെല്ലുണ്ട്, ഇത് മുളച്ചില്ല. നമ്മളുടെ ഇവിടെ ഇതിന് ചുരുട്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ചെട്ടൂരിപ്പാണത്. പൊക്കാളി അല്ലേ? പൊക്കാളിയല്ല, പൊക്കാളി ചെട്ടൂരിപ്പാണ്. പൊക്കാളി ചെയ്തിട്ടുണ്ടോ ഇവിടെ? ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഞങ്ങള് 20 കൊല്ലമായിട്ടേ 18 വെള്ളപ്പൊക്കം വന്നിട്ട് ഞങ്ങൾ കൊയ്താണെന്നേ. അടിപൊളിയായിട്ട് കൊയ്ത്. കഴിഞ്ഞ കൊല്ലം ചീച്ച് കളഞ്ഞ് കൊയ്തെടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചോണ്ടിരിക്കണേ മൊത്തം എടുക്കാന്ന് പുള്ളി. ആണല്ലേ? അവസാനം ഞാൻ ഫോൺ എടുക്കണില്ല. പുള്ളി പറങ്ങാട് പറഞ്ഞിട്ട് മനസ്സിലാണ്ടേ ഇത് പുള്ളി ഇത് എടുക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കണേ. കൊയ്ത് നെല്ല് മൊത്തം എടുക്കാന്ന് പുള്ളി. നമുക്ക് അതിനുള്ള സാധനം ഇല്ല. ആകെ കൊടുത്ത് പണി പോയില്ലേ? അപ്പൊ അടുത്ത വർഷത്തൊക്കെ നെല്ല് വേണം ഇതിനകത്തുനിന്നല്ലേ? അതിപ്പോ വിത്താക്കും. ഇത് ഇന്ന് തന്നെ കൊണ്ടുപോയി അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട് അവിടെ കൊണ്ട് അപ്പൊ കട നിൽക്കുന്നതിൻ്റെതാണോ? കടയിൽ പോയല്ലേ? കടയിൽ പോയി അവിടെ ചെല്ലി. ഇപ്പൊ വണ്ടി അവിടെ വീട് അത് തന്നെയാണ്. വീട് അത് തന്നെ. ഈ സ്ഥലം സ്വന്തമാണോ? അപ്പൊ സ്വന്തം സ്ഥലമാണ്. 2.25 ഏക്കറോ? 2.5 ഏക്കർ. 2000 മേടിച്ചിട്ട് അന്ന് കൃഷി തുടങ്ങിയതാ. ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ റൈസായി തീർന്നു എന്ന് ഭാഷാ പണ്ഡിതനായ കാൾഡ്വെയിൽ പറയുന്നു എന്നും ഇടമറുകെ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് കാണപ്പെടുന്ന പൊക്കാളിപ്പാടങ്ങൾ ഒരു കാലത്ത് കടലായിരുന്നു. കടൽ ഉൾവലിഞ്ഞ് കാലക്രമേണ ചെറിയ കായലുകളായും കായലുകൾ കാലാന്തരത്തിൽ ഇന്ന് കാണുന്ന പൊക്കാളിപ്പാടങ്ങളായും മാറിയെന്നാണ് കണ്ടെത്തൽ. ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളിലെ പരിവർത്തനത്തിലൂടെയാണ് ഒരു നെൽവയൽ രൂപപ്പെടുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് നികത്താൻ കഴിയും. പൊക്കാളിപ്പാടങ്ങൾ തണ്ണീർത്തടങ്ങളാകയാൽ ഇവയെ പ്രകൃതിയുടെ ജലസംഭരണികളായി കണക്കാക്കാം. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറകൾ കൂടിയാണ് പൊക്കാളിപ്പാടങ്ങൾ. വിവിധയിനം പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും കണ്ടൽ ചെടികളുടെയും ആവാസ കേന്ദ്രമായ പൊക്കാളിപ്പാടങ്ങൾ മറ്റ് നെൽപ്പാടങ്ങളെക്കാൾ ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നവയാണ്. നെൽവയലുകൾ നികത്തുന്നതും രൂപമാറ്റം വരുത്തുന്നതും വരും തലമുറയോട് കാണിക്കുന്ന നീതികേടാണ്. പൊക്കാളി കൃഷി ഇന്ന് നിരവധി സങ്കീർണതകളിലൂടെയാണ് കടന്നു പോകുന്നത്. പൊക്കാളിപ്പാടങ്ങളുടെ ശോഷണം പ്രകൃതിയുടെ സന്തുലനാവസ്ഥയുടെ തന്നെ താളം തെറ്റിക്കുന്നതാകയാൽ പൊക്കാളി കൃഷിയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ പാടശേഖരത്തിലെ തോടുകളും പഞ്ചായത്ത് രാജ് നിയമം നടപ്പിൽ വന്നത് മുതൽ പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ 218-ാം വകുപ്പ് അനുസരിച്ച് പഞ്ചായത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. എന്നാൽ ഇതൊക്കെ ബോധപൂർവം മറച്ചുവെച്ച് തോടുകളെല്ലാം കൊച്ചി ദേവസ്വം വകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു വരികയാണ്. ഇത് പഞ്ചായത്തിന് ലഭിക്കേണ്ട ഗണ്യമായ വരുമാനം അപഹരിക്കലാണ്. ഇത്തരത്തിൽ പരസ്യമായും പൊതുമുതൽ കൊള്ളയടിക്കുന്ന നടപടികൾക്ക് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്ന് പഞ്ചായത്തിന് ലഭിക്കേണ്ട വലിയ വരുമാനം കൊള്ള ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായും ചന്തുചേട്ടൻ പോരാട്ടത്തിലാണ്. 8 ലക്ഷം ഹെക്ടർ വിസ്തൃതി ഉണ്ടായിരുന്ന കേരളത്തിലെ നെൽപ്പാടങ്ങൾ 2.5 ലക്ഷം ഹെക്ടറായി ചുരുങ്ങിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. നെൽവയലുകൾ നികത്തുകയോ രൂപമാറ്റം വരുത്തുകയോ ചെയ്യുന്നത് കണ്ടാൽ ആദ്യം കൊടികുത്തുകയും പിന്നീട് രഹസ്യമായി കൊടി മാറ്റിക്കൊടുക്കുകയും ചെയ്യും. നെൽവയലുകൾ നികത്തുന്നവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും പിന്നീട് നൽകുകയും ചെയ്തു കൊടുക്കും. ഈ കാര്യത്തിൽ കൊടിയുടെ നിറവ്യത്യാസമൊന്നും ഇല്ല. എന്നാൽ കർഷക തൊഴിലാളികളുടെ ചോരയും നീരും ഉപയോഗിച്ച് അധികാരത്തിൽ കയറിയവരാണ് ഇന്ന് അവരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയതിൽ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. നെൽവയലുകൾ നശിക്കുന്നത് പരമ്പരാഗതമായ ജലസ്രോതസ്സുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. 1 ഏക്കർ പാടത്തിന് 1240 ഘനമീറ്ററോളം ജലസംഭരണ ശേഷി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം 2050 ലോകമൊട്ടുക്കും 170 കോടി ജനങ്ങൾ കുടിക്കാനും ആരോഗ്യ സംരക്ഷണത്തിനും ഭക്ഷ്യ ഉൽപാദനത്തിനും വെള്ളം കിട്ടാതെ ജലദാരിദ്ര്യത്തിൽ അടിമപ്പെടുമത്രേ. നമ്മൾ കണ്ടിട്ടും കാണാതെ പോയ 2 സംഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. അതിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനം,
കാരണം സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ അപകടങ്ങളിലേക്ക് ലോക ശ്രദ്ധയാകർഷിക്കാൻ 2009 കടലിനടിയിൽ മന്ത്രിസഭാ യോഗം വിളിച്ചു കൂട്ടിയ രാജ്യമാണ് മാലിദ്വീപ്. 2009 ഡിസംബർ ആഗോളതാപനത്തിനെതിരെ ലോക ശ്രദ്ധയാകർഷിക്കുവാൻ നേപ്പാൾ മന്ത്രിസഭാ യോഗം നടത്തിയത് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലാണ്. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകുന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാൻ സമയമുണ്ടാകുമോ എന്നറിയില്ല. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. 2009 ശേഷം 16 വർഷങ്ങൾ പിന്നിട്ട് നമ്മൾ ഇപ്പോൾ 2025 എത്തി നിൽക്കുന്നു. നമ്മുടെ പൊതുസമൂഹമോ രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരുകളോ പോലും ഈ കാര്യത്തിൽ ബോധവാന്മാരല്ല എന്ന് വേണം വിചാരിക്കാൻ. 25ാം വർഷവും പൊക്കാളി വിത്ത് വിതച്ച് നെൽക്കതിരുകൾ കൊയ്തെടുക്കുകയാണ് 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ശ്രീ ചന്തു ചേട്ടൻ. അദ്ദേഹം ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. സമൂഹത്തിന് അദ്ദേഹം ഒരു മാതൃകയാണ്. വരും തലമുറയ്ക്ക് പ്രചോദനമാണ്. കൊച്ചുമക്കളായ ദീപശ്രീയും ദേവാനന്ദും ചന്തുചേട്ടന്റെ സഹായത്തിനായി കൂടെയുണ്ട്. പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകർ ചന്തുചേട്ടന്റെ പൊക്കാളി പാടശേഖരം സന്ദർശിക്കുകയും ചന്തുചേട്ടനെയും കൊച്ചുമകൾ ദീപശ്രീയെയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇതുപോലുള്ള പൊക്കാളി കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും പോലുള്ള കണ്ടന്റ് ഉൾപ്പെടുത്തിയുള്ള യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരുടെ എണ്ണം വളരെ പരിമിതമാണ്. ചെയ്താൽ തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത്തരം വീഡിയോകൾ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യൂസ് തീരെ കുറവായിരിക്കും. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. പലരും വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റൊക്കെ വാട്സപ്പിൽ അയച്ചു തരാറുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് അതിൽ നിന്ന് ഒരു ഏണിങ്സ് ലഭിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് വീഡിയോ ചിത്രീകരണം നടക്കുകയുള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോൺ വാങ്ങിയിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞു. ഫോട്ടോയും വീഡിയോയും ഒറ്റ ക്ലിക്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ വീഡിയോയും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റും അനുസരിച്ചാണ് യൂട്യൂബ് ഓരോ വീഡിയോയും കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.